നമസ്കാരം. അപ്പോൾ കിട്ടുന്ന വാർത്ത അപ്പോൾ തന്നെ കൊടുക്കുക എന്നുള്ളതാണല്ലോ, അപ്പം പോലെ കൊടുക്കുക എന്നുള്ളതാണല്ലോ ചാനലുകാരുടെ ജോലി. തിരുവനന്തപുരത്ത് വളരെ നിമിഷങ്ങൾക്കുള്ളിൽ നടന്ന ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സംവിധാനം. ഇത് സാധാരണ തെരഞ്ഞെടുപ്പിൽ സാധ്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ അറിയുന്നത് ഇതൊരു വലിയൊരു സാധ്യതയാണ് ഇവിടെ നോക്കുന്നത്. അതായത് മോഡിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്ത് നിന്ന് 2ഓ 3ഓ സീറ്റ് എമർജൻസിയാണ്. അതിന് എന്ത് ഒത്തുതീർപ്പ് നടത്തിക്കൊള്ളാനും മോദിയുടെയും അമിത്ഷായുടെയും ഗ്രീൻ സിഗ്നൽ കിട്ടിയിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പുതിയ BJP പ്രസിഡൻറ്റിൻ്റെ ബുദ്ധിയുമുണ്ട്. അപ്പോൾ നിതിൻ ബബൻ്റെ ബുദ്ധിയുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുദ്ധിയുടെ ബാക്കി പത്രം എന്ന് പറയുന്നത് 3 മണ്ഡലങ്ങളാണ്. നിങ്ങൾ എഴുതി വെച്ചോളൂ. അതായത് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ഇറങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് BJP വിട്ടു. അതേസമയം BJP അപ്പോൾ ഒരു ഡീല് വയ്ക്കാൻ പോവുകയാണ്. എന്തായാലും വട്ടിയൂർക്കാവിൽ മുരളീധരൻ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ജയിപ്പിക്കും BJPക്കാർ. പകരം നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കണം. കോൺഗ്രസ്സുകാർക്ക് ഒരു നഷ്ടമില്ല. കാര്യം വൈഷ്ണയെ പോലുള്ള അല്ലെങ്കിൽ ഡോക്ടർ ഹരിയെ പോലുള്ള ഏതെങ്കിലും ഒരു ചാവേറിനെ കൊണ്ട് അവിടെ നിർത്തിയാൽ പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ജയിച്ചാൽ എന്ത്, ജയിച്ചില്ലെങ്കിൽ എന്ത്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മണ്ഡലം നേമം. അതുപോലെ വേറൊരു കച്ചവടം എന്നല്ല, വേറൊരു ഡീല് കൂടി വരുന്നുണ്ട് കഴക്കൂട്ടത്തേക്ക്. അതായത് നമ്മുടെ മേയർ കഴക്കൂട്ടത്തിൽ ചെന്നാലും തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിക്കുകയാണെങ്കിൽ മേയർ ചിലപ്പോൾ ചാടിക്കളയും. എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് സീറ്റ് കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കാരണം പല കാരണങ്ങളാൽ സാധ്യത കുറവാണ്. ആ സ്ഥലത്ത് മേയർ കയറി നിന്നാൽ അവിടെ മുരളീധരനെ ജയിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കും. അപ്പോൾ കെ മുരളീധരൻ, മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, ഇതാണ് പുതിയ ഇക്വേഷൻ. തീർച്ചയായിട്ടും ഇത് വർക്കൗട്ട് ചെയ്യുന്നൊരു ഇക്വേഷനാണ്. പ്രത്യേകിച്ച് കഴക്കൂട്ടം മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് MA വാഹിദ് മത്സരിച്ചപ്പോഴും പലപ്പോഴായി കോൺഗ്രസ്സിന് വലിയ സാധ്യതയുള്ള പ്രദേശമാണ് കഴക്കൂട്ടം. എന്നാൽ ജയിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആ വോട്ടുകൾ തീർച്ചയായിട്ടും അത് BJPക്ക് പോയാൽ മുരളീധരൻ പാട്ടും പാടി ജയിക്കും. പ്രത്യേകിച്ച് ടെക്നോ പാർക്കൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഒരുപാട് വോട്ടർമാർ വന്നിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി മുരളീധരൻ അവിടെ നിന്ന് ജയിക്കും. ഇതാണ് ഒന്നാമത്തെ ഡീൽ. രണ്ടാമത്തെ ഡീൽ രാജീവ് ചന്ദ്രശേഖരനെ നേമത്ത് ജയിപ്പിക്കുക. അതിന് പകരമായി വട്ടിയൂർക്കാവിൽ ചിലപ്പോൾ ഒരു കൃഷ്ണകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി. കൃഷ്ണകുമാർ ആണെങ്കിൽ ശ്രീലേഖ IPS മത്സരിക്കുന്നില്ലെങ്കിൽ കൃഷ്ണകുമാർ ആയിരിക്കും. കൃഷ്ണകുമാറിന് തോൽക്കുന്നതിലൊരു പ്രയാസമുള്ള ആളല്ല. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തോറ്റു, കൊല്ലത്ത് പോയി നിന്ന് തോറ്റു. അദ്ദേഹത്തിനൊരു സീറ്റ് വേണമെന്നുള്ള തോക്കുന്നത് വിഷയമല്ല. അതൊരു ചാവേറായിരിക്കുമോ? അപ്പോൾ 3 ചാവേറുകൾ തിരുവനന്തപുരത്ത് റെഡിയാവുന്നു. 2 പേർ ഒരു BJPക്ക് വേണ്ടി ഒരു ചാവേർ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും നേമത്തും കോൺഗ്രസിന് വേണ്ടി 2 ചാവേറും റെഡിയാകുന്നു. പാവങ്ങൾ രക്തസാക്ഷികളായി മാറും. 3 മണ്ഡലങ്ങൾ. അങ്ങനെ തിരുവനന്തപുരം സെൻട്രലാണ് പിന്നെ BJPക്കുള്ളൊരു മണ്ഡലം. അവിടെ കരമന ജേനയോ അല്ലെങ്കിൽ ശ്രീലേഖ IPSനോ നിർത്തി അവിടെയും ഒരു പരീക്ഷണം നടത്തിയേക്കാം. പക്ഷേ അവിടെ ഇങ്ങനെ ഡീലില്ല. കാരണം കെ മുരളീധരനെ പോലെ ഒരു പ്രമുഖമായ നേതാവ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്നില്ല. മുരളീധരൻ്റെ ഇതെന്തുകൊണ്ട് ഈ ഡീല് വരുന്നു എന്ന് ചോദിച്ചാൽ മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി ഇവിടെ തീരുമാനിക്കും. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ മുരളീധരൻ മന്ത്രിയാണ്. നമ്മളത് മനസ്സിലാക്കണം. കെ മുരളീധരൻ ജയിച്ചാൽ UDFന് മന്ത്രിയാണ്. തോറ്റുപോയാലോ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവും. അതുകൊണ്ട് എന്തു വിട്ടുവീഴ്ചയ്ക്കും കെ മുരളീധരൻ തയ്യാറാകും. ഇത് NSS വഴി, RSS വഴി, SNDP വഴി ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പവുമാണ്. കാരണം എന്താണ്? കോൺഗ്രസ് ഒക്കെ തന്നെയാണ് BJP തന്നെയാണ് കോൺഗ്രസ്. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണ്? CPM കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പണ്ടാണെങ്കിൽ CPMക്കാർ അങ്ങനെ ചെയ്യത്തില്ല. CPMന് അരിവാൾ ചുറ്റിയ നക്ഷത്രം തന്നെ കാണണം, അല്ലെങ്കിൽ അവർ ഇടിക്കത്തില്ല. അല്ലെങ്കിൽ നോട്ടല്ല, വോട്ട് അസാധുവാക്കും. അതേസമയം ഇപ്പം അതല്ല, CPMക്കാർ ഇടിക്കും. അപ്പോൾ CPMക്കാരായിട്ടുള്ള NSSകാരെയും SNDPക്കാരെയും കോൺഗ്രസ്സുകാരുള്ള SNDP NSSകാരെയും കെ മുരളീധരൻ വിചാരിച്ചാൽ നേമത്തും കഴക്കൂട്ടത്തും മൊബിലൈസ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അങ്ങനെ മൊബിലൈസ് ചെയ്ത് അങ്ങോട്ട് BJPക്ക് 2 പേർക്ക് വോട്ട് കൊടുത്താൽ ഇവിടെ കെ മുരളീധരൻ ജയിക്കും. അപ്പം മുരളീധരൻ ജയിച്ചാൽ വളരെ പ്രധാനപ്പെട്ട വകുപ്പിൻ്റെ മന്ത്രിയുമായിരിക്കും. പിന്നെ VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവരൊക്കെ മന്ത്രിസഭ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തിരുവഞ്ചൂർ മത്സരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രിസഭയുണ്ട്. സണ്ണി ജോസഫ് മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സാധ്യതകളുടെ ലിസ്റ്റിൽ വളരെ മുന്നിൽ നിൽക്കുന്നൊരു ലിസ്റ്റാണ് കെ മുരളീധരൻ മന്ത്രിയാവാനുള്ള അപ്പോൾ വട്ടിയൂർക്കാവിനൊരു മന്ത്രിയെ കിട്ടുന്നു, ഒരാളിനെയും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ജയിപ്പിച്ചെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെയും ജയിക്കേണ്ടത് മുരളീധരൻ്റെയും ആവശ്യമായി വരുമ്പോൾ തീർച്ചയായിട്ടും പുതിയ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ ചലനം KPCC ആഫീസും മാരാർജി ഭവനുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീൽ എന്ന് പറയാം എന്നത് കെ മുരളീധരൻ
10,000-ലധികം വോട്ടിന് ജയിക്കുക എന്നുള്ളതാണ്. ഒരു 10-15,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖർ ജയിക്കുക, 10-20,000, 12,000, 20,000 വോട്ടിന് നമ്മുടെ വി മുരളീധരനും ജയിക്കുക. ഇതാണ് യു ഡി എഫ് ഹാപ്പി, BJP ഹാപ്പി, രണ്ട് കൂട്ടരും ഹാപ്പി. കേന്ദ്ര സർക്കാരും ഹാപ്പി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അമിത്ഷായും നരേന്ദ്രമോദിയും JP നദ്ദയും നിതിൻ ബബിനും എല്ലാവരും ഹാപ്പിയാണ്. കാരണം എന്താണ്? തിരുവനന്തപുരത്ത് സീറ്റ് കിട്ടുകയല്ലേ, അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മേയർ രാജേഷിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ വരുന്നു ഇപ്പോൾ ഈ ബഡ്ജറ്റുമായി അനുബന്ധിച്ച്, അതുമെല്ലാം തിരുവനന്തപുരത്തെ സ്വാധീനിക്കും. ഈ സ്വാധീനത്തിൽ തിരുവനന്തപുരത്തെ 3 മണ്ഡലത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഒന്ന്, വട്ടിയൂർക്കാവ് മുരളീധരൻ മത്സരിക്കും. മുരളീധരൻ മത്സരിച്ചാൽ മുരളീധരൻ പാട്ടും പാടി ജയിക്കും. കാരണം BJP നിർത്തുന്നത് ഒരു ചാവേറിനെ ആയിരിക്കും. അത് മിക്കവാറും കൃഷ്ണകുമാർ തന്നെയായിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ CPM-നെ സംബന്ധിച്ചിടത്തോളവും അവരൊരു ചാവേറിനെ നിർത്താൻ പറ്റുള്ളൂ. കാരണം മുരളീധരൻ അടിച്ചുകൊണ്ട് പോയാൽ പിന്നെ വലിയ സ്ഥാനാർത്ഥി അവിടെ നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിന്നിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. അവർ 3-ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതമില്ല CPM-നെ സംബന്ധിച്ച് തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ. അതേസമയം ബ്രോയെ സംബന്ധിച്ച് ബ്രോ ഇവിടെ നിന്ന് തല ഊരുന്നുണ്ട്. ഓഫീസ് മാറ്റി ഊരിയതുപോലെ ഇവിടെ നിന്ന് കൃത്യമായി അദ്ദേഹം കഴക്കൂട്ടത്തേക്ക് വെച്ച് പിടിക്കും. കഴക്കൂട്ടത്ത് പക്ഷേ കെ മുരളീധരനും വി മുരളീധരനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ബ്രോ തോറ്റുപോകും. ഇതാണ് പുതിയ രാഷ്ട്രീയം. തീർച്ചയായിട്ടും അത് നടക്കാനുള്ള എല്ലാ സാധ്യതയും തിരുവനന്തപുരത്തുണ്ട്. ഇതുപോലെ തന്നെ കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന സ്ഥലത്തും ചില ഡീലുകൾ നടന്നേക്കാം. PK കൃഷ്ണദാസിൻ്റെ അവിടെ ഡീലുണ്ടാവാനും ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് പക്ഷേ കോൺഗ്രസ്സുകാർ അതിന് സമ്മതിക്കണം. അവിടെ മലയങ്കഴി വേണുഗോപാലാണ് കാട്ടാക്കട മത്സരിക്കുന്നതെങ്കിൽ അവിടെ വലിയ ഡീലിൻ്റെ സാധ്യതയില്ല. കാരണം കൃഷ്ണദാസും രണ്ട് കൂട്ടരും. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. നാടാർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട പുതിയ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെയാണ് പിണറായി വിജയൻ മാറി നിൽക്കുക എന്ന് പറഞ്ഞത്. അത് നാടാർ കമ്മ്യൂണിറ്റിൻ്റെ ഇടയ്ക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പാറശാല മണ്ഡലങ്ങളിൽ നാടാർ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് വലിയ വിദ്വേഷമുണ്ടായിട്ടുണ്ട്. അത് വോട്ട് മറിയുമോ എന്നറിയില്ല. ഈ പെൺകുട്ടി ഒരു സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ്റെ പ്രായമുള്ള ഒരാൾ വേണ്ട മാറി നിൽക്കെന്ന് പറഞ്ഞ് കാർക്കശ്യത്തോടുകൂടി പറഞ്ഞത് വലിയ വാർത്തയായിട്ടുണ്ട്. ആ പെൺകുട്ടിയെ ആ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്ന് പിന്നെ മാറ്റിയൊക്കെ പറഞ്ഞെങ്കിലും അതിൽ പിണറായി രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോൾ അവിടെയും ചില രാഷ്ട്രീയ ചലനങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തെ ഡീല് ഒരു 1.5 ഡീല് തന്നെയാണ്.